മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അഭൂതപൂർവമായ രീതിയിൽ വൻ യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. പശ്ചിമ ഇറാൻ വ്യോമാതിർത്തിയിൽ വെച്ച് യുഎസിന്റെ അത്യാധുനിക നിരീക്ഷണ യുദ്ധ ഡ്രോണായ MQ-9 റീപ്പർ ഇറാൻ വെടിവെച്ചിട്ടെന്ന പ്രഖ്യാപനത്തോടെയാണ് മേഖലയിൽ യുദ്ധാന്തരീക്ഷം അതിന്റെ പരകോടിയിലെത്തിയത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതിനാണ് ഡ്രോൺ തകർത്തതെന്ന ഔദ്യോഗിക നിലപാടിലാണ് ടെഹ്റാൻ. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ഡ്രോണുകളിൽ ഒന്നിനെ ഇറാൻ തകർത്തത് വാഷിംഗ്ടണിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സൈന്യം ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. തുടർച്ചയായ 9ാം രാത്രിയിലാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഇറാന്റെ മണ്ണിൽ ബോംബ് വർഷം നടത്തുന്നത്. ഇറാന്റെ കമാൻഡ് സെന്ററുകളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ടാണ് ഈ വ്യോമാക്രമണങ്ങൾ. ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം ശക്തമായ സൈനിക നടപടിയാണ് US ഇറാനെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വടക്കൻ ഇറാഖിലുണ്ടായ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടതാണ് പ്രകോപനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങളുടെ സൈനികന്റെ ചോരയ്ക്ക് പകരമായിട്ടാണ് ഇറാനെതിരെ അതിരൂക്ഷമായ തിരിച്ചടി നൽകാൻ പെന്റഗൺ ഉത്തരവിട്ടത്. ഈ മരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരോക്ഷ യുദ്ധത്തെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അതീവ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഇവിടെയൊന്നും അവസാനിക്കില്ലെന്ന് ട്രംപ് പരസ്യമായി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ സൈനികർക്ക് നേരെ കയ്യേറ്റമുണ്ടായാൽ ഇനിയും മാരകമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത നിലപാട് പശ്ചിമേഷ്യയെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദമായിരിക്കാൻ ഇറാനും തയ്യാറല്ല. തങ്ങളുടെ മണ്ണിൽ വീഴുന്ന ഓരോ ബോംബിനും കൃത്യമായ മറുപടി നൽകുമെന്ന പ്രഖ്യാപനത്തോടെ ഇറാൻ പുതിയ തിരിച്ചടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും US സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റിന്റെ ആകാശം ആയുധങ്ങളുടെ അഗ്നിപ്രഭയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ഇറാൻ US അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് അതിവേഗം വ്യാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും മിഡിൽ ഈസ്റ്റിലുടനീളം പറന്നുയരാൻ തുടങ്ങിയതോടെ അയൽ രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ്. യുദ്ധത്തിന്റെ തീപ്പൊരുത്ത തങ്ങളിലേക്കും പടരുമെന്ന് ഭയന്ന പല രാജ്യങ്ങളും അടിയന്തര പ്രതിരോധ നടപടികളിലേക്ക് കടന്നു. സ്വയം പ്രതിരോധത്തിനായി പല അറബ് രാജ്യങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. ഇറാനിൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാനിടയുള്ളതിനാൽ ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ഇറാനിലെ ഇന്ത്യൻ എംബസിയും രംഗത്ത് വന്നിട്ടുണ്ട്. സാഹചര്യം മെച്ചപ്പെടുത്തുന്നവരെ ഇറാനിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കണമെന്നും ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ലഭ്യമായ വിമാനത്തിൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നും എംബസി അറിയിച്ചു. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും സജീവമാക്കി ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാന്റെയോ അമേരിക്കയുടെയോ മിസൈലുകൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചാൽ തൽക്ഷണം വെടിവെച്ചിടാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം. മിഡിൽ ഈസ്റ്റിലെ വലിയൊരു യുദ്ധത്തിന്റെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സുരക്ഷ മുൻനിർത്തി ഇവർ അതീവ ജാഗ്രതയിലാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളായതോടെ ഗൾഫ് മേഖലയിൽ ഉടനീളം പുതിയ സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളും എണ്ണക്കടത്ത് പാതകളും ഈ സംഘർഷ മേഖലയ്ക്ക് അടുത്തായതിനാൽ കപ്പൽ ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ വ്യോമയുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെയും കനത്ത പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് മേഖലയിൽ യുദ്ധം രൂക്ഷമായാൽ അത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ നീക്കങ്ങളും അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളും അന്താരാഷ്ട്ര വിപണിയെയും ഇതിനകം തന്നെ ഉലച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നിഴലിലാണ് ലോകം ഇപ്പോൾ. ഇറാന്റെ തന്ത്രപ്രധാനമായ പശ്ചിമ മേഖലയിൽ വെച്ച് അമേരിക്കൻ റീപ്പർ ഡ്രോൺ തകർത്തതായി ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയുടെ കരുത്താണ് കാണിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള US ഡ്രോണുകളെ കണ്ടെത്താനും തകർക്കാനും തങ്ങൾക്ക് കെൽപ്പുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് വാഷിംഗ്ടണിനെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയും നാണക്കേടുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ നാണക്കേട് തീർക്കാൻ കൂടിയാണ് അമേരിക്ക തുടർച്ചയായി ബോംബ് വർഷം നടത്തുന്നത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും മങ്ങിയ മട്ടാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഇരു രാജ്യങ്ങളും ചെവിക്കൊള്ളുന്നില്ല. വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ തീവ്രത ഇനിയും വർദ്ധിക്കുമെന്ന സൂചനകളാണ് US പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിൽ നിന്നും പുറത്തുവരുന്നത്. അമേരിക്കൻ സഖ്യകക്ഷികളായ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഈ വിഷയത്തിൽ നിലപാടുകൾ കടുപ്പിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾക്ക് US നടത്തുന്ന തിരിച്ചടികൾ അവർക്ക്
അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധമുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമാകുമെന്ന നാറ്റോ സഖ്യകക്ഷികളിലെ ചില രാജ്യങ്ങൾ രഹസ്യമായി ആശങ്കപ്പെടുന്നുമുണ്ട്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇറാൻ സായുധ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന 9 ദിവസത്തെ ആക്രമണങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒളിപ്പോരിലൂടെയും മിസൈൽ സാങ്കേതിക വിദ്യയിലൂടെയും അമേരിക്കയെ തളയ്ക്കാനാണ് ഇറാന്റെ നീക്കം. ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളും അമേരിക്കയുടെ ആയുധബലവും നേർക്കുനേർ വരുമ്പോൾ അത് ഒരുപക്ഷെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. വരും മണിക്കൂറുകളിൽ പ്രത്യാക്രമണങ്ങൾ എങ്ങോട്ടൊക്കെ നീളുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധഭൂമിയായി മാറുമ്പോൾ തകർന്നടിയുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതങ്ങളാണ്. വ്യോമാതിർത്തികൾ അടയ്ക്കുകയും മിസൈലുകൾ ആകാശത്ത് കത്തിയെരിയുകയും ചെയ്യുന്ന ഈ അടിയന്തര സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.